തൃത്താല മണ്ഡലത്തിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ഏകാധിപത്യ പ്രവണതയിൽ മനം മടുത്ത് കോൺഗ്രസ് ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിന്റെ സഹോദരൻ അബ്ദുൽ മജീദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത്. തൃത്താല മണ്ഡലത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെയും ആനക്കരയിലെ ഒരു കോൺഗ്രസ് നേതാവിന്റെയും ഏകാധിപത്യ നിലപാടിൽ കെ മുഹമ്മദിനെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുഹമ്മദിന്റെ സഹോദരൻ അബ്ദുൽ മജീദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തൃത്താല മണ്ഡലത്തിലെ തന്നെ ജനകീയനും തലമുതിർന്ന കോൺഗ്രസുകാരനുമാണ് ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ്. 1975 മുതൽ കോൺഗ്രസ് പ്രവർത്തകനായി പാർട്ടിക്കൊപ്പം അണിചേർന്നു. 1977 കുമ്പിടി യൂണിറ്റ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയായി. ആനക്കര ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി, പ്രസിഡന്റ്, ജില്ലാ യൂത്ത് കോൺഗ്രസ് എക്സിക്യൂട്ടീവ് അംഗം, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ്, കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, DCC എക്സിക്യൂട്ടീവ് മെമ്പർ, KPCC മെമ്പർ എന്നിങ്ങനെ നിരവധി ചുമതലകൾ കെ മുഹമ്മദ് നിർവഹിച്ചു. 2010 മുതൽ 15 വരെ ആനക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ചുമതലയേറ്റു. ഈ കാലയളവിൽ നിരവധി സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കെ മുഹമ്മദിനായി. ഈ കാലയളവിൽ പെൻഷൻ വിതരണ രംഗത്ത് ആനക്കര പഞ്ചായത്തിനെ പാലക്കാട് ജില്ലയിൽ ഒന്നാമതും സംസ്ഥാനത്ത് 2ാം സ്ഥാനത്തെത്തിക്കാനും അദ്ദേഹത്തിനായി. 2020 മുതൽ 25 വരെ ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റുമായി. 1975 മുതൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. 1977 കുമ്പിടി യൂണിറ്റ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് പടിപടിയായി പ്രവർത്തിച്ച് KPCC മെമ്പർ വരെ എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. 2010 മുതൽ 15 വരെ ആനക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ആ കാലഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ വിതരണ രംഗത്ത് പാലക്കാട് ജില്ലയിൽ 1ാം സ്ഥാനത്തും കേരളത്തിൽ 2ാം സ്ഥാനത്തും എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആനക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി 5 വർഷക്കാലമായി പ്രവർത്തിക്കുകയാണ്. ഇത്രമാത്രം പൊതുരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള എനിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ എന്നെ തിരിച്ചെടുക്കണമെന്ന് സംസ്ഥാന ജില്ലാ നേതൃത്വം ഒന്നടക്കം ആവശ്യപ്പെട്ടിട്ടും ആനക്കര പഞ്ചായത്തിലെ ഒരു ഗ്രൂപ്പ് നേതാവും തൃത്താലയിലെ ഒരു മുതിർന്ന നേതാവും ഒരു കാരണവശാലും കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കില്ല എന്ന് പറയുകയും മാത്രമല്ല, സ്വന്തം വാർഡിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ 4 വോട്ട് പോലും നേടാൻ കഴിയാത്ത വ്യക്തിയാണ് എന്ന രീതിയിൽ അധിക്ഷേപിക്കുകയും ചെയ്തപ്പോഴാണ് ഈ വാർഡിൽ നിന്നും എൻ്റെ അനുജൻ ബാവയെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചത്. എന്നെ ആദ്യമായി ഒരു ജനപ്രതിനിധിയാക്കുന്നത് എൻ്റെ നാട്ടുകാരായ ഈ 12ാം വാർഡിലെ ജനങ്ങളാണ്. അവരുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ വിശ്വാസം എന്നും എനിക്ക് ഇവിടെ നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം വാർഡിൽ 4 വോട്ട് സ്വന്തമായി നേടാൻ കഴിയാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കണമെന്നും അതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയുണ്ടാകുമെന്നും ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എൻ്റെ അനുജൻ ബാവ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തീർച്ചയായും ഈ പ്രദേശത്തെ ജനങ്ങളിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അവർ എന്നും എന്നെ ചേർത്ത് പിടിച്ചവരാണ്. എൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ എന്നോടൊപ്പം നിന്നവരാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അനുജൻ ബാവ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹായവും ഞങ്ങൾക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹം ആദ്യമായി ജനപ്രതിനിധിയായ പുറമതിൽശ്ശേരിയിലെ ജനങ്ങൾ കെ മുഹമ്മദിനെ ചേർത്ത് പിടിച്ച ചരിത്രമാണുള്ളത്. 2020 ആനക്കര പഞ്ചായത്തിൽ കെ മുഹമ്മദിനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുകയും കോൺഗ്രസ് ഭരണത്തിലെത്തുകയും ചെയ്തു. പിന്നീട് നടന്ന നിയമസഭാ ഇലക്ഷന് ശേഷമുണ്ടായ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി തൃത്താലയിലെ ഒരു മുതിർന്ന നേതാവും ആനക്കരയിലെ ഒരു ഗ്രൂപ്പ് നേതാവും കൂടി പ്രസിഡന്റ് സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോൾ ഇത്തരം ഒരു കീഴ്വഴക്കം കോൺഗ്രസ് മുമ്പ് ഈ പഞ്ചായത്തിൽ ഭരിച്ചപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന നിലപാട് പ്രസിഡന്റ് സ്വീകരിച്ചതിന്റെ ഭാഗമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യിപ്പിച്ചു. എന്നാൽ പഞ്ചായത്തിന്റെ കോൺഗ്രസുകാരുൾപ്പെടെയുള്ള ജനങ്ങളൊന്നടങ്കം കെ മുഹമ്മദിനൊപ്പം രഹസ്യമായും പരസ്യമായും അണിചേർന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നേ മുഹമ്മദിനെ തിരിച്ചെടുക്കാൻ നേതൃത്വത്തോട് ആവശ്യമുന്നയിച്ചെങ്കിലും തയ്യാറായില്ല. സംസ്ഥാന നേതൃത്വത്തിലെ ഉയർന്ന നേതാക്കൾ ഉൾപ്പെടെ കെ മുഹമ്മദിനെ തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും തൃത്താല മണ്ഡലത്തിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവും ആനക്കരയിലെ ഒരു നേതാവും തടസ്സം നിന്നു. കേരളത്തിലെ സമുന്നതരായ കോൺഗ്രസ് നേതാക്കന്മാരും
പാലക്കാട് ജില്ലയിലെ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി എന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ആനക്കര പഞ്ചായത്തിലെ ഒരു ഗ്രൂപ്പ് നേതാവും തൃത്താലയിലെ ഒരു മുതിർന്ന നേതാവും അവരുടെ കാല് പിടിച്ചാൽ മാത്രമേ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാല് പിടിച്ച് കോൺഗ്രസ് തിരിച്ചു പോകേണ്ട സ്ഥിതിയില്ല എന്നും എനിക്കൊരു കോൺഗ്രസ്സുകാരനായി ജീവിക്കാൻ ഞാൻ ഇന്നും കോൺഗ്രസ്സാണ്, നാളെയും കോൺഗ്രസ്സാണ്, മരിക്കുന്നത് വരെയും കോൺഗ്രസ്സായി പ്രവർത്തിക്കാൻ ഇവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എൻ്റെ ആദർശം എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്ന ഉറച്ച വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ആരുടെയും കാല് പിടിച്ച് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കാതിരുന്നത്. അതുകൊണ്ട് മാത്രമല്ല, എന്നെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന ആളുകൾ ടൈലർ ബാവക്ക, KV നാരായണൻ ചെട്ടിയാർ, TV ശങ്കരമേനോൻ മുതലായ നേതാക്കന്മാർ എനിക്ക് പഠിപ്പിച്ചിട്ടുള്ളതും സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനവും ആദർശശുദ്ധിയുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ഒപ്പം നിന്ന് ആരെയും ചതിക്കാതെയുള്ള പൊതുപ്രവർത്തനവും നടത്തണം എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ആദർശം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ പോരാടണമെന്നാണ് അവരെന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് കോൺഗ്രസ് ആവാൻ ഇവരുടെ ഒന്നും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എക്കാലത്തും കോൺഗ്രസ്സായി ജീവിക്കുകയും കോൺഗ്രസ്സായി മരിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഇവിടെ എൻ്റെ അനുജൻ മത്സരിക്കുന്നത് ഏതെങ്കിലും വ്യക്തിയോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിരോധം കൊണ്ടോ അല്ല. എന്നെ അപമാനിച്ചതിലുള്ള വേദന ഈ നാട്ടുകാരോട് പങ്കുവെച്ചപ്പോൾ അവർ ഒറ്റക്കെട്ടായി എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി എൻ്റെ അനുജൻ മത്സരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഈ പ്രദേശത്തെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും എന്നെ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അന്തിമമായി വിധിയെഴുതേണ്ടത് ജനങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ആ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ അനുജൻ ബാവയെ നിങ്ങൾ വിജയിപ്പിക്കുന്ന പക്ഷം ഈ പ്രദേശം ആഗ്രഹിക്കുന്ന രീതിയിൽ, കാലഘട്ടം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തന രംഗത്തും ക്ഷേമപ്രവർത്തന രംഗത്തും ബാവ നിങ്ങളിൽ ഒരുവനായി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. സ്വന്തം വാർഡിൽ നിന്ന് പോലും 4 വോട്ട് നേടാൻ K മുഹമ്മദിനാവില്ലെന്ന് ഈ നേതാക്കൾ വെല്ലുവിളിച്ചു. അതേസമയം കോൺഗ്രസിനെ ആനക്കരയിൽ ഈ കാണുന്ന തരത്തിൽ വളർത്തിയെടുത്ത തന്റെ ആയുസ് മുഴുവൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിനായി ഉഴിഞ്ഞുവെച്ച K മുഹമ്മദിനൊപ്പം നാടും ജനങ്ങളും അണിനിരന്നു. പുറമതിൽശ്ശേരിയിലെ ഓരോ ജനങ്ങളും K മുഹമ്മദിനൊപ്പമെന്നാണ് നാട്ടിലെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. അതിനിടെ തന്റെ പിതൃതുല്യനായ സഹോദരനെ പാർട്ടി തിരഞ്ഞെടുക്കാത്തതിൽ മനം നൊന്ത് മുഹമ്മദിന്റെ സഹോദരൻ അബ്ദുൽ മജീദ് 12ാം വാർഡായ പുറമതിൽശ്ശേരിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. കുട അടയാളത്തിൽ മത്സരിക്കുന്ന അബ്ദുൽ മജീദിന് പിന്തുണയായി നാട്ടുകാർക്കൊപ്പം K മുഹമ്മദും പ്രചരണ രംഗത്ത് ശക്തമാണ്. സാങ്കേതികമായി തന്നെ സസ്പെൻഡ് ചെയ്താലും എന്റെ ആദർശം മുറുകെ പിടിച്ച് കോൺഗ്രസുകാരനായി ജീവിക്കാനും മരിക്കാനും എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നാണ് പ്രസിഡന്റിന്റെ നിലപാട്. KPCC മെമ്പർ എന്ന നിലയിൽ പാർട്ടി തലത്തിലും 2010 മുതൽ 15 വരെ ആനക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ വിതരണ രംഗത്ത് പാലക്കാട് ജില്ലയിൽ 1ാം സ്ഥാനവും കേരള സംസ്ഥാനത്ത് 2ാം സ്ഥാനവും ആയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ രീതിയിൽ സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും പാർലമെൻ്ററി രംഗത്തും എന്നാൽ കഴിയുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. മാത്രമല്ല, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച ഞാൻ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ജീവിത മാർഗത്തിന് വേണ്ടി പാത്രക്കച്ചവടം ചെയ്തും ചെരുപ്പ് കച്ചവടം ചെയ്തും ചായപ്പടി കച്ചവടം ചെയ്തുമെല്ലാം വളരെയേറെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ രാഷ്ട്രീയ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. അന്നും ഇന്നും സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, എന്നെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമാക്കിയ ടൈലർ ബാവക്ക, KV നാരായണൻ ചെട്ടിയാർ, TV ശങ്കരമേനോൻ മുതലായ നേതാക്കന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് സത്യസന്ധമായ രീതിയിലായിരിക്കണം പൊതുപ്രവർത്തനം നടത്തേണ്ടത് എന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ പോരാടണമെന്നുമാണ്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്.
അതിനിടയിൽ എന്നെ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുന്നത് ഈ പ്രദേശത്തെ നല്ലവരായ ജനങ്ങളാണ്, ഈ 12ാം വാർഡിലെ ജനങ്ങളാണ്. അവരുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും അവർ എന്നെ എന്നും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ എന്നോട് താങ്ങും തണലുമായി എന്നോടൊപ്പം നിന്നിട്ടുമുണ്ട്. ആ ഘട്ടത്തിൽ എന്നെ സഹായിച്ച ഈ നാട്ടുകാർക്കിടയിൽ എനിക്കുണ്ടായിരുന്ന പിന്തുണയും സഹകരണവും അന്നും ഇന്നും അവർ നിലനിർത്തി പോരുന്നുമുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണ് ആനക്കര പഞ്ചായത്തിലെ ഒരു മുതിർന്ന നേതാവും പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.